എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് നല്ല കിട്ടിലും ടേസ്റ്റുള്ള നാടൻ ചിക്കൻ മപ്പാസാണ്. ഒരു സമയത്ത് കല്യാണ സദ്യകളിലൊക്കെ സ്റ്റാർട്ടറായിട്ട് കൊടുത്തിരുന്ന മെയിനായിട്ട് വരുന്നു ബ്രെഡും ചിക്കൻ മപ്പാസും മട്ടൻ മപ്പാസും ഒക്കെ. പിന്നീട് ബ്രെഡിൻ്റെ സ്ഥാനത്ത് അപ്പമായി. എന്നാലും മപ്പാസ് തന്നെയായിരുന്നു പിന്നീട് അവിടെയും താരം. ഈ മപ്പാസ് നമുക്ക് അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായി അരിഞ്ഞതും, 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വലിയ വെളുത്തുള്ളി വരും, അത് നന്നായിട്ട് അരിഞ്ഞതും, പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഇഞ്ചി നമുക്ക് കുറച്ച് മതി, ഇഞ്ചി അരിഞ്ഞതും, ഒരു 6 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 3 സവാള അരിഞ്ഞതും, ഒരു 7-8 ഉള്ളി, ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി, ആ ചെറിയ ഉള്ളിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴട്ടാം. അതൊന്ന് വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് നന്നായി പഴുത്തൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നല്ലതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ മല്ലി അരച്ചത്, അത് പച്ചമല്ലി 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചതാണ്. പച്ചമല്ലി അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്, ആ പച്ചമല്ലിയുടെ പച്ചമണം. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കാം. ഇനി അതിലേക്ക്
കോഴി ഒരു പാതി വെന്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാലയും അല്ലെങ്കിൽ ഗരം മസാല അതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിക്കാം. നമ്മുടെ കോഴി നന്നായിട്ട് വെന്ത് അതിൻ്റെ ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 3-4 സ്ലൈസ് തക്കാളി ഇത്ര ഇട്ട് ഒന്ന് കടുക് താളിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉള്ള എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും അടുത്ത വിഭവങ്ങളുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും.